ഹലോ ഗൈസ്, വെൽക്കം ടു വൈൻ സ്റ്റുഡിയോ. അപ്പം നമ്മളിന്ന് ഒരു എന്താ പറയുക, ഒരു ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല. നമ്മൾ ചായക്കൊക്കെ കൂട്ടുന്ന സാധാ സാധനം പൊക്കവടയും ചമ്മന്തിയും. അപ്പം നമ്മളത് പോകുന്നത് തരിയോട് പഞ്ചായത്തിൽ 8 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം സഞ്ജോസ് ടീ ഷോപ്പ് തന്നെ ബാണാസുര ഡാമിന്റെ പൈത്തിരിന്ന് വരികയാണെങ്കിൽ ഒരു 18 കിലോമീറ്റർ, കൽപ്പറ്റയിൽ വരികയാണെങ്കിൽ ഒരു 12-13 കിലോമീറ്റർ. അപ്പം ഇത് അധികം ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്താക്കി, ഒരു ദിവസം വെറുതെ വൈകുന്നേരങ്ങൾ ടൈമിൽ ഇങ്ങനെ ഇറങ്ങിയപ്പം എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് പെട്ട ഒരു ഷോപ്പാണ്, ചായക്കടയാണ്. അപ്പോൾ മൂപ്പരെ പേര് ബിജേട്ടൻ. അപ്പോൾ ബിജേട്ടൻ ഇങ്ങനെ പറഞ്ഞെന്ന് ഞങ്ങളെന്ത് ചോദിച്ചു, ഇവിടെ എന്താ സ്പെഷ്യൽ ഉള്ളത്? സ്പെഷ്യലായിട്ടുള്ളത് ഒന്നും ഉണ്ടാവില്ല. എല്ലാ ചായപ്പീടികളും നിങ്ങൾക്ക് അറിയാമല്ലോ, പഴംപൊരി, പക്കവട, ഉള്ളിവട, അങ്ങനത്തെ സാധനങ്ങളാണ് പൊതുവെ. പക്ഷെ ഞങ്ങൾക്ക് കണ്ണിൽപ്പെട്ടത് പൊക്കവടയും ചമ്മന്തിയാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞാൽ അതാണിപ്പം മൂപ്പരൊരു ഇതിൽ ആ കടയിൽ ഇപ്പോൾ സ്പെഷ്യലുള്ള സാധനം അതാണ്. അപ്പം ഞങ്ങൾ ആ സാധനം തിന്നപ്പോൾ ഞങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലെത്തിയത്. അപ്പോൾ ഞങ്ങളപ്പോൾ ആ വീഡിയോ എന്താ പറയുക, ആ ഷോപ്പിലേക്കാണ് പോകുന്നത്. നമുക്കിനി അവിടെ ചെന്നിട്ട് അത് കഴിക്കുന്ന വീഡിയോസ് കാണാം. അപ്പോൾ നമ്മളെ സ്ഥലത്തെത്തി. ഇതാണ് നമ്മളെ സ്ഥലം വരുന്നത്. ഇത് തരിയോട് പഞ്ചായത്തിൽ 8 മൈൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മളെ ഷോപ്പ്, സഞ്ജോസസ് ടീ ഷോപ്പ്. നമുക്ക് ഐറ്റം തിന്നുന്നതിലേക്ക് സാധനം. 2 അതിഥികൾ ഇവിടെ ആദ്യം വന്നിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കോമ്പിനേഷൻ ഇത് പൊക്കവടയും ചമ്മന്തി. ഇതാണ് നമ്മളെ ഐറ്റം. ഒരു കോമ്പിനേഷൻ ഒന്ന് കാണിച്ചു തരാം. വീട്ടിലൊക്കെ കഴിക്കുന്ന, പക്ഷേ ഈ കോമ്പിനേഷൻ നമുക്ക് ഒരിക്കലും വീട്ടിൽ കിട്ടാറില്ല. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ആരെങ്കിലും ഈ വഴി പോവുകയാണെങ്കിൽ കടയിൽ എന്തായാലും കയറണം. പഴംപൊരി നമുക്ക് പഴംപൊരിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കാം. സ്ഥലം പറഞ്ഞു കൊടുക്കും. താമര. ഇവിടെ വേറെ ഐറ്റം കൂടെ ഉണ്ട്, മുളക് വെച്ച് മുട്ട വെച്ച്. അതിന്നില്ല ഒന്നും, അത് വേറെ ലെവൽ സാധനം. നന്നായി ടേസ്റ്റ് അറിയാം. തരിയോട് പഞ്ചായത്തിലാണ് സ്ഥലം. നമ്മുടെ ഡാമിന് കുറച്ച് സഞ്ജോസ് ടീ ഷോപ്പ്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചേട്ടത് ഇത്രയല്ല ഈ കട തുടങ്ങിയത്. ഞാനിവിടെ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇതിൻ്റെ ഈ കൂട്ട് അത് കിക്കായി നല്ല കച്ചവടമല്ല. ഇപ്പോൾ നല്ല ഈ റോഡ് സൈഡാണ് നല്ല കച്ചവടം ഉണ്ടാവില്ല അല്ലേ? പിന്നെ ഇവിടെ ആനേൻ്റെ ശല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആണല്ലേ? ഇപ്പോഴില്ല, ഇപ്പോൾ 2 മാസമായിട്ട് വലിയ ശല്യമില്ല. ശല്യം എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാവും. എന്തെങ്കിലും അങ്ങനെ കാണുമ്പോഴത്തേക്കും ഫോറസ്റ്റുകാരൊക്കെ വരും, അതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു വിടും.
കടയിൽ നിന്നിരുന്ന നല്ല വ്യൂ ആണ് കേട്ടോ. സൺസെറ്റ് കാണാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആന ഇറങ്ങുന്നത്, ഫെൻസിങ് ഒക്കെ ഉണ്ട് ഇവിടെ. ആന ഇറങ്ങുന്നത് കാണാം. നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ഒഴിവുള്ള സമയം വന്നിരുന്ന് ചായ കുടിക്കാൻ പറ്റിയൊരു ഫീലിങ്ങും നല്ലൊരു കോമ്പിനേഷനൊക്കെ കിട്ടുന്നൊരു കടയാണ് സാൻജോസ് ടീ ഷോപ്പ്. ബൈജോട്ടൻ്റെ സാൻജോസ് ടീ ഷോപ്പ് കേട്ടോ.